നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ പാർക്ക് പോലെയുള്ള ഏതെങ്കിലും പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയണം, ചേട്ടാ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണ്, അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യണം, ഒന്ന് ഫോൺ തരുമോ എന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളിലുള്ള നന്മമരം ഉണരും. നമ്മൾ ഫോൺ കൊടുക്കും, 1-2 മിനിറ്റ് ഉപയോഗിച്ചിട്ട് ആ കുട്ടി ഫോൺ തിരിച്ചു തരും, പോകും. നമ്മളും എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ നമ്മളും പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയാം നമ്മുടെ മൊബൈലിലുള്ള ക്യാഷ് മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും 1-2 മിനിറ്റൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു 30 സെക്കൻഡൊക്കെ മതി എന്നാണ് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൽ നമ്മൾ റീസെൻ്റ്ലി ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻറ്റ് ആപ്പുകൾ ചിലപ്പോൾ ഇതിൽ ഓപ്പണായി കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് അവർക്ക് ക്യാഷ് അടിച്ചു മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈ ആപ്പുകൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റ മൊത്തം അവർക്ക് അവരുടെ കയ്യിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ അവർ ഇപ്പോൾ ഡയൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡ് ചേർത്ത് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഫോർവേഡിങ് നമ്മളിലേക്ക് വരുന്ന കോളുകളൊക്കെ അവരുടെ കയ്യിലേക്ക് പോകുന്ന മാതിരി ചെയ്യാൻ പറ്റും. പിന്നെ ബാങ്ക്, മെയില്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇങ്ങനെയുള്ള അതിൻ്റെ എല്ലാം ഫോർഗോട്ട് പാസ്വേഡൊക്കെ കൊടുത്തിട്ട് തരികിട കാണിക്കാനും അവർക്ക് പറ്റും. ഇനി ഇതൊന്നും പറ്റാത്തവർ ചിലപ്പോൾ ഫോൺ എടുത്തിട്ട് ഓടാനും സാധ്യതയുണ്ട്. സോ നമ്മൾ മറ്റൊരാളെ സഹായിക്കാനുള്ള നമ്മളുടെ ഒരു മനസ്ഥിതിനെയാണ് ഇങ്ങനെ ചിലർ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നമ്മൾ സഹായിക്കണ്ടല്ലേ? അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരുടെ ഇഷ്യൂ ചിലപ്പോൾ ജെന്യുവൻ ആയിരിക്കും, അവർ ശരിയായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ സഹായിക്കണം, പക്ഷെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് സഹായിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് കോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്പർ ചോദിച്ച് നമ്മൾ തന്നെ ഡയൽ ചെയ്ത് കൊടുക്കുക, ലൗഡ് സ്പീക്കറിൽ ഇട്ട് കൊടുത്തവർ സംസാരിക്കട്ടെ. ഇനി അതല്ല കുറച്ച് വലിയ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ നിന്ന് ഡീൽ ചെയ്യാണ്ട് പരമാവധി പോലീസിലേക്ക് അല്ലെങ്കിൽ എമർജൻസി നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കുക. ഇനി അതല്ല നമ്മൾ മറ്റേ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ആണെങ്കിൽ ആപ്പ് പിന്നിങ്, ഐഫോണിലാണെങ്കിൽ ഗൈഡഡ് ആക്സസ് എന്നൊക്കെ കൊണ്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് വെച്ച് ലോക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ആപ്പല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പരമാവധി നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഫോൺ ഉപയോഗിക്കാൻ പറയും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ സഹായിക്കേണ്ടവനെ സഹായിക്കാനും പറ്റും, നമുക്കൊട്ട് അബദ്ധം പറ്റില്ല. സുഹൃത്തുക്കളെ, സൂക്ഷിക്കാത്തവൻ്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോകുന്നുകൊണ്ടുള്ളൊരു പഴയ ചൊല്ലുണ്ട്. അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.